example 3. Find the volume of the solid that is under the hemisphere. Z is equal to root of 1 minus x square minus y square, and above the region bounded by the graph of the circle x square plus y square minus y equal to 0. നമുക്കറിയാം വോളിയം എന്ന് പറഞ്ഞാൽ സിംഗിൾ ഇന്റഗ്രൽ ആണെങ്കിൽ ഏരിയയും ഡബിൾ ഇന്റഗ്രൽ ആണെങ്കിൽ വോളിയവുമാണ്. അപ്പോൾ ഇതിന്റെ വോളിയം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ തന്നിട്ടുള്ള ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് രണ്ട് പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്യുന്നതാണ്. In polar system, x is equal to r cos theta-യും y is equal to r sin theta-യും ആണ്. അതുകൊണ്ട് x square plus y square is equal to r square cos square theta plus r square sin square theta, that is equal to r square കോമൺ പുറത്തെടുക്കുമ്പോൾ cos square theta plus sin square theta, that is equal to r square into 1, that is equal to r square. അപ്പോൾ x square plus y square വരുമ്പോൾ r square എന്ന് റീപ്ലേസ് ചെയ്യാമെന്ന് മനസ്സിലായി. Therefore, the hemisphere z is equal to root of 1 minus x square minus y square becomes z is equal to root of 1 minus ഈ മൈനസിനെ പുറത്തെടുക്കുമ്പോൾ x square plus y square, that is equal to root of 1 minus ഇതെന്ന് പറഞ്ഞാൽ r square ആക്കി, root of 1 minus r square. In polar system, the equation of the circle is polar systemത്തിലെ സർക്കിളിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ r is equal to sin theta എന്നാണ്. നമുക്ക് തന്നിട്ടുണ്ട് x square plus y square minus y is equal to 0 ഒരു സർക്കിൾ ആണെന്ന് ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഇതിന് പകരം എന്ത് കൊടുക്കാം? ഇതെങ്ങനെ കിട്ടിയാണെങ്കിൽ പറയണത് കേട്ടോ. x square plus y square minus y is equal to 0 എന്നാണ്. x square plus y square r square കൊടുത്തു, r square minus y is equal to 0, that is r square is equal to y എന്ന് കിട്ടും. y എന്ന് പറഞ്ഞാൽ പോളാർ സിസ്റ്റത്തിലെ r sin theta എന്നാണ്. So r square is equal to r sin theta, that is r is equal to sin theta. ഞാൻ ഈ ബ്രാക്കറ്റ്സ് ഇട്ട് എഴുതുന്നത് ഇതിന്റെ അർത്ഥമാണ്. In polar system, equation of the circle is, ഇപ്പോൾ ഇത്തരത്തിലാണ് ഇക്വേഷൻ സർക്കിളിന്റെ ഇക്വേഷൻ തന്നിട്ടില്ലേ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ പോളാർ സിസ്റ്റത്തിലെ r is equal to sin theta എന്നാണ്. Therefore, the required volume v is equal to double integral over r root of 1 minus ഇതിങ്ങനെ വന്നേ. ഇത് നമ്മൾ കണ്ടതാണ് ഇവിടെ. ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ root of 1 minus r square ആയി എന്ന്, root of 1 minus r square dA, that is equal to ഫിഗർ നോക്കാം. ഇത് 3D ഫിഗർ ആണ്. ഞാൻ വരച്ചപ്പോൾ നമുക്ക് തോന്നുന്നില്ല. നോക്കാം, ഇതാണ് തന്നിട്ടുള്ള സർക്കിള്, ഇതാണ് ഹെമിസ്ഫിയർ. ആ ഹെമിസ്ഫിയർ ഇപ്പൊ നമ്മൾ ചെറുനാരങ്ങയുടെ പകുതി മുറിച്ച് വച്ചിരിക്കാന്ന് വിചാരിക്കുക. അതാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇപ്പൊ ചെറുനാരങ്ങയ്ക്ക് താഴെ ഒരു വലിയ കൊട്ട ഉണ്ടാവും, അല്ല പകുതി മുറിക്കുമ്പോൾ ഒരു കൊട്ടം കിട്ടും, ഒരു സർക്കിൾ കിട്ടും. അതിന്റെ മേലേക്ക് ഇങ്ങനെ ഇരിക്കും. അല്ലെങ്കിൽ ഒരു ടെന്നീസ് ബോൾ പകുതി മുറിക്കുമ്പോൾ കിട്ടുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഒരു ചിരട്ട പകുതി ചിരട്ട, അതൊക്കെ ചിന്തിച്ചാൽ ഏതാണ് ഇത് വരച്ചു വെച്ചിട്ടുള്ളത്. അതിന്റെ ഉള്ളില് ഒരു കുഞ്ഞു സർക്കിൾ കൺസിഡർ ചെയ്യുന്നു. ആ സർക്കിളാണ് x square plus y square minus y is equal to 0. ഈ സർക്കിളിൽ ഓക്കെ അപ്പോ കണ്ടുപിടിക്കേണ്ടത് വോളിയാണ്. എന്തിന്റെ വോളിയം? ഈ ചെറുനാരങ്ങയ്ക്ക് ഉള്ളില്, പകുതി ചെറുനാരങ്ങയ്ക്ക് ഉള്ളില് ഒരു കുഞ്ഞു സർക്കിൾ കയറ്റി വെച്ചു. അപ്പൊ സർക്കിൾ കയറ്റി വെക്കാന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് വൈലാണല്ലോ. ഒരു ചെറുനാരങ്ങയുടെ പകുതി മുറിച്ചിട്ട് അതിന്റെ ഉള്ളില് ഒരു വള കയറ്റി വെച്ചു, അല്ലെങ്കിൽ ഒരു ടെന്നീസ് ബോർഡ് മുറിച്ചിട്ട് പകുതി മുറിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ചിരട്ട പകുതി എടുത്തിട്ട് അതിനുള്ളിൽ ഒരു വള കയറ്റി വെക്കുക. ആ വളയുടെ അതായത് സെന്ററിൽ നിന്ന് ഒരു ഭാഗത്തേക്ക് വള കയറ്റി വെച്ചു. അതാണ് ഈ സർക്കിളിൽ. ഈ സർക്കിളിന്റെ പ്രത്യേകത എങ്ങനെയാ? ഇതാണ് റേഡിയസ് വരാം, സെന്റർ വരെ റേഡിയസ് അങ്ങനെ ഇത് വരാം, അങ്ങനെ കയറ്റി വെച്ചു. അപ്പോ ഈ പകുതി മുറിച്ച ചിരട്ടയുടെ അടിയിലോട്ട് ഈ സർക്കിളിന്റെ രീതിയിൽ വരുന്ന വോളിയം, അങ്ങനെ ഉണ്ടാവുന്ന ഒരു സോളിഡിന്റെ വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ഇവിടെയും ഉണ്ടാവും സർക്കിള്, ഇവിടെയും ഉണ്ടാവും സർക്കിള്. അപ്പൊ 2 പ്രാവശ്യം സർക്കിൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോ ഈ മേലേന്ന് താഴേക്ക് വരുന്ന സർക്കിളുകളുടെ വോളിയം അത് കണ്ടുപിടിക്കണ്ടേ. മേലേന്ന് താഴത്തേക്ക് വരുന്ന സർക്കിളിന്റെ രൂപത്തിലുള്ള സോളിഡിന്റെ വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഉണ്ടാവാം, ഇവിടെ ഉണ്ടാവാം. അപ്പൊ ഒരു പ്രാവശ്യം കണ്ടുപിടിച്ചിട്ട് × 2 ചെയ്താൽ മതി. അങ്ങനെയാണ് ഇവിടെ വന്നത്. വോളിയം എന്ന് പറഞ്ഞാൽ 2 that is using symmetry എന്ന് പറയാനുള്ള കാരണം എന്താ? സിമെട്രി വന്നുകൊണ്ടാണ് 2 ഇന്റഗ്രൽ
തീറ്റയുടെ വേരിയേഷൻ നോക്കിയേ, ഹെമിസ്ഫിയർ ആണല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ ആംഗിൾ. ഈ ആംഗിൾ വരുന്നത് 5/2 ആണ്. 0 to 5/2, 2 into 0 to 5/2 into then ഇനി നോക്കണം ആറിന്റെ വേരിയേഷൻ ആണ് നോക്കേണ്ടത്. ആർ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ ഇവിടേക്കാണ് ആർ എന്ന് പറയുമ്പോൾ പോളാർ സിസ്റ്റം ആണല്ലോ. ഇനി നമ്മൾ ഈ കുഞ്ഞു സർക്കിൾ കൺസിഡർ ചെയ്യട്ടെ. ഈ സർക്കിൾ കൺസിഡർ ചെയ്യാം. സർക്കിൾ അവിടെ വലുതാക്കി വരച്ചിട്ടില്ല. ഈ സർക്കിൾ കൺസിഡർ ചെയ്യാം. ഈ സർക്കിൾ സെന്റർ ആണ് ഇത്. ആർ എന്ന് പറഞ്ഞാൽ എന്താ വരാം, ആർ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം. ഈ ആറ് അവിടെ തൊട്ട് ഇവിടെ വരെ വേദിച്ചിട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആറ് ഇതൊരു സ്ട്രിപ്പ് ഞാൻ കൺസിഡർ ചെയ്തു. ഇതാണ് എന്റെ സ്ട്രിപ്പ്. ആറ് ഇത് സെന്ററിൽ നിങ്ങൾ ഇത് ഇവിടേക്ക് പോവും, അതുപോലെ ഇങ്ങോട്ടേക്ക് എത്തും, ഇങ്ങോട്ടേക്ക് എത്തും, ഇങ്ങോട്ടേക്ക് എത്തും. അങ്ങനെ 6 പേര് ചെയ്ത് അവിടെ നിന്ന് അവിടെ വരെ ഇരിക്കും. ഈ ഒറിജിനിൽ നിന്ന് ഇങ്ങനെ എപ്പോഴും കറങ്ങി കറങ്ങിക്കൊണ്ടാണ് ഇരിക്കുക. അപ്പൊ ഈ കറങ്ങുന്നതൊക്കെ എവിടെയാ, നമ്മുടെ സർക്കിളിലാണ് കറങ്ങുന്നത്, സർക്കിളിലാണ് കറങ്ങുന്നത്. അപ്പൊ 0 to സർക്കിൾ ഇക്വേഷൻ എന്താ, r equal to sin θ ആണ്. അപ്പൊ r equal to 0 to r equal to sin θ, അതാണ് ആറിന്റെ വേരിയേഷൻ. ഞാൻ ആവർത്തിക്കുന്നു, തീറ്റയുടെ വേരിയേഷൻ 0 to 5/2, ആറിന്റെ വേരിയേഷൻ 0 to sin θ. 2 വരാനുള്ള കാരണം ഒരു സർക്കിളിന്റെ കണ്ടുപിടിച്ചിട്ട് ഒരു പോർഷന്റെ വോളിയം കണ്ടുപിടിച്ചിട്ട് 2 ചെയ്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ തന്നെ ഇവിടെ ഓക്കെ അത് തന്നെ. ദെൻ ഈ 2നെ ഓക്കെ നോക്കാം. ഇനി നമുക്ക് ഇതിനെ നെഗേറ്റ് ചെയ്യണം. അപ്പൊ അതിനായിട്ട് r square is equal to u എന്ന് കൊടുക്കാം. പുട്ട് r square is equal to u. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2r is equal to du by dr, which implies 2r dr is equal to du. അപ്പോൾ 2r dr is equal to du എന്ന് കിട്ടി. നിങ്ങൾ നോക്കിയേ, 2 ഉണ്ട്, dr ഉണ്ട്, സോറി ഓക്കെ 2 ഉണ്ട്, r ഉണ്ട്, dr ഉണ്ട്, 2 ഉണ്ട്, r ഉണ്ട്, dr ഉണ്ട്. അപ്പൊ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് രണ്ട് ടേബിളും കൂടെ ഒരുമിച്ചാക്കാൻ എന്താക്കാം, du എന്നാക്കാം. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. കണ്ടോ, 2ഉം ആറും dr പോയിട്ട് ഒറ്റ du വന്നു. ഇനി ബാക്കി എന്തുണ്ട്, ഇനി എന്ത് ലിമിറ്റ് മാറ്റണം. ഈ ലിമിറ്റ് മാറ്റണം. ഇവിടെ 0 to sin θ ആണ് കേട്ടോ. ആ ലിമിറ്റ് ഇവിടെ വന്നപ്പോ യുലോട്ട് കൊണ്ടുവന്നപ്പോ 0 to sin cos θ ആയി. അതെങ്ങനെ ഒന്ന് നോക്കാം. r is equal to 0 ആണെങ്കിൽ ഇപ്പൊ u is equal to r square ആണല്ലോ. ഇവിടെ മാറേണ്ടത് ആരാണ്, ആറാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. എവിടെ തൊട്ട് എവിടെ വരെ, 0 to 5/2 വരെ. അപ്പൊ r is equal to 0 കൊടുക്കുമ്പോൾ u is equal to 0 വരും. r equal to 0 ആകുമ്പോൾ u is equal to 0. അതിപ്പോ r square എന്തായിരിക്കും, നമ്മുടെ r square is equal to 0. 0 എന്ന് പറഞ്ഞാൽ നമ്മുടെ u ആണ്, that is equal to u. സോറി, r square എന്ന് പറഞ്ഞാൽ നമ്മുടെ u ആണ്, so u is equal to 0. അതുപോലെ r is equal to sin θ ആകുമ്പോൾ r square എന്ന് വരും, sin cos θ വരും. r square എന്ന് പറഞ്ഞാൽ നമ്മുടെ u ആണ്, so u is equal to sin cos θ വരും. അപ്പൊ എന്തായി മാറ്റം, 0 to sin θ എന്ന ഈ വേരിയേഷൻ മാറിയിട്ട് പകരം 0 to sin cos θ എന്ന വേരിയേഷൻ വന്നു. 1 minus u raised to half du dθ. That is equal to, ഇനി ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ 0 to 5/2 ഇതിന് പകരം ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x raised എന്ന് പറഞ്ഞ ഇന്റഗ്രേഷൻ x raised n plus 1 by n plus 1. അപ്പോൾ 1 minus u raised to half plus 1 by half plus 1 into ഇവിടെ u കണ്ടോ, ഇന്റഗ്രൽ ax പ്ലസ് b എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ എടുത്ത് തരാം. ax പ്ലസ് b ഇവിടെ n ഉണ്ടെന്ന് വിചാരിക്കാം. ഇന്റഗ്രൽ ax പ്ലസ് b ഹോൾ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേഷൻ ax പ്ലസ് b റേസ്ഡ് n പ്ലസ് 1 ബൈ n പ്ലസ് 1 ഇൻറ്റു എക്സിന്റെ കോഎഫിഷ്യന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇവിടെ വേരിയബിൾ u ആണ്, യുവിന്റെ കോഎഫിഷ്യന്റ് എത്ര, -1 ആണ്. -1 ഡിവൈഡ് ചെയ്യണം. അതാണ് ഇവിടെ ചെയ്തത്, ഇൻറ്റു -1 ചെയ്തത്. ഇത് ലിമിറ്റ് 0 to sin square θ dθ, that is equal to half plus 1. ഇത് 3/2 ആണ് ഡിനോമിനേറ്റർ വരാം. ആ ഡിനോമിനേറ്റർ ഇപ്പുറത്തോട്ട് കൊണ്ട് തിരിച്ചെഴുതുമ്പോൾ ന്യൂമറേറ്റർ അല്ല, അവിടെ 3/2 ആണ് ഡിനോമിനേറ്റർ. അപ്പൊ അതിന്റെ കോഷ്യന്റ് ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഒരു കോഷ്യൻ ഡിനോമിനേറ്ററിലെ ഭിന്നസംഖ്യ വന്ന് എന്ത് ചെയ്യണം, റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 2/3 വന്നു. ഈ മൈനസിന്റെ പുറത്തെടുത്തു. ഇന്റഗ്രൽ 0 to 5/2 1 minus u raised to 3/2 with limit 0 to sin square θ dθ, that is equal to -2/3
0 to pi by 2 1 minus u ന് വരെ എന്ത് കൊടുക്കുക sin square theta കൊടുക്കുക 1 minus sin square theta raised to 3 by 2 minus 1 minus u equal 0 കൊടുക്കുക raised to 3 by 2 d theta equal to 1 minus ഇവിടെ ഒരു -1 ഉണ്ടല്ലോ ശരിക്കും -1 എന്ന് വരാം ആ -1 ഇത് ശരിക്കും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ -1 എന്ന് വരാം ആ -1 പുറത്തെടുക്കുമ്പോൾ ഇത് പോസിറ്റീവ് ആണോ +1 minus 1 minus sin square theta raised to 3 by 2 d theta that is equal to minus positive ആയി 2 by 3 negative 0 to pi by 2 1 minus sin square theta raised to 3 by 2 d theta that is equal to 2 by 3 നമുക്കറിയാം sin square theta plus cos square theta is equal to 1 so sin square theta is equal to 1 minus cos square theta 1 minus cos square theta is equal to 1 minus sin square theta 1 minus sin square theta എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം cos square theta എന്ന് എഴുതാം that is 2 by 3 integral 0 to pi by 2 1 minus sin square theta വരെ cos square theta within limit 3 by 2 sorry raised to 3 by 2 d theta is equal to 2 by 3 പുറത്തെടുത്തു ഇതിന് cos square into cos square theta raised to 3 by 2 എന്ന് പറഞ്ഞാൽ സ്ക്വയർ കട്ട് ചെയ്തു പോകും അപ്പോൾ cos cube theta d theta എന്നായി that is equal to 2 by 3 0 to pi by 2 1 minus okay cos cube theta ഞാൻ പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട് cos cube theta നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോർമുലയാണ് 3 cos theta plus cos 3 theta by 4 d theta that is equal to 2 by 3 ഇന്റഗ്രേറ്റ് ചെയ്യുക 1 ന്റെ ഇന്റഗ്രൽ with respect to theta ആയതുകൊണ്ട് theta minus 3 by 4 upon 3 by 4 into cos theta ന്റെ ഇന്റഗ്രൽ sin theta minus into minus into plus minus 1 by 4 into cos 3 theta integral sin 3 theta by 3 with limit 0 to pi by 2 that is equal to 2 by 3 pi by 2 minus sin 91 3 by 4 so 1 into 3 by 4 minus 12 into sin 3 pi by 2 sin 3 pi by 2 -1 ആണ് that is equal to 2 by 3 into ചെയ്യുമ്പോൾ pi by 2 minus pi by 4 minus plus 1 by 12 അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് approximately 0.60 എന്ന് കിട്ടും then നമുക്കറിയാം double integral over r f of r comma theta dA എന്ന് പറഞ്ഞാൽ integral over alpha to beta integral g1 of theta to g2 of theta f of r comma theta r dr to theta ആണ് നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ഫോർമുലയാണ് അതിൽ f of r comma theta 1 ആണെന്ന് വിചാരിക്കുക if f of r comma theta is equal to 1 then the area of the region r is a is equal to w over r dA is equal to so f of r comma theta 1 ആണെങ്കിൽ area കണ്ടുപിടിക്കാനുള്ള ഫോർമുല area is equal to w over r dA is equal to integral alpha to beta integral g1 of theta to g2 of theta r dr d theta ആണ് അപ്പോൾ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു ഡബിൾ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്താണ് വോളിയം ആണ് പക്ഷെ ആ വോളിയം കൂടെ എപ്പോഴും ഏരിയ ആയിട്ട് മാറിയത് f of r comma theta is equal to 1 ആവുമ്പോഴാണ് അത് ഏരിയ ആയിട്ട് മാറുന്നത്